ഒരു യുവാവ് വളരെ വലിയ സ്വപ്നങ്ങളുള്ള ഒരാളായിരുന്നു. അതിമോഹിയായിരുന്ന അയാൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നും വലിയ ആളാവണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് നേടണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. തനിക്ക് സമയം വളരെ കുറവാണെന്ന് അയാൾ എപ്പോഴും വിശ്വസിച്ചു. അതുകൊണ്ട് എത്രയും വേഗം തന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ അയാൾ ആഗ്രഹിച്ചു. വേഗത്തിൽ വിജയം നേടാനായി പലതവണ കഠിനാധ്വാനം ചെയ്തെങ്കിലും ഓരോ തവണയും അയാൾ പരാജയപ്പെട്ടു. ചെറിയ വിജയങ്ങൾ കിട്ടിയെങ്കിലും താൻ ആഗ്രഹിച്ച ഫലം ഒരിക്കലും കിട്ടിയില്ല. ഇത് അയാളെ വളരെയധികം വിഷമിപ്പിച്ചു. എവിടെയാണ് പിഴച്ചതെന്ന് അയാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ കഠിനാധ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ട് തനിക്ക് വേഗത്തിൽ വിജയം നേടാനാവുന്നില്ല എന്ന ചോദ്യം അയാളെ പലപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് പതിയെ പതിയെ അയാൾക്കൊരു കാര്യം മനസ്സിലായി. കുറഞ്ഞ സമയം കൊണ്ട് വിജയം നേടാൻ സഹായിക്കുന്ന ചില നിയമങ്ങളും രഹസ്യങ്ങളും തനിക്കറിയില്ലായിരിക്കാം. ഈ തിരിച്ചറിവുണ്ടായതുമുതൽ വിജയത്തിന്റെ ഈ രഹസ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തരാൻ കഴിവുള്ള ഒരാളെ അയാൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ ഒരു സുഹൃത്ത് വഴി അറിവും ബുദ്ധിയും കൊണ്ട് വളരെ പ്രസിദ്ധനായ ഒരു ഗുരുവിനെക്കുറിച്ച് അയാൾ കേട്ടു. ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവവും എളുപ്പത്തിലുമുള്ള പരിഹാരങ്ങൾ അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും ലളിതമായ വാക്കുകളിൽ വിശദീകരിച്ചു കൊടുക്കുന്നതിൽ അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു. ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അടുത്ത ദിവസം തന്നെ യുവാവ് നേരെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലെത്തി. ബുദ്ധസന്യാസിയായിരുന്ന ഗുരുവിനെ യുവാവ് വന്ദിച്ചു. ശേഷം അദ്ദേഹത്തിന് മുന്നിലിരുന്നു. യുവാവ് വന്നതിന്റെ കാരണം ഗുരു ചോദിച്ചപ്പോൾ അയാൾ സംസാരിച്ചു തുടങ്ങി. മുനിവര്യ, എനിക്ക് വലിയ സ്വപ്നങ്ങളാണുള്ളത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വലിയ വിജയങ്ങൾ നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേഗത്തിൽ വിജയിക്കാനായി പലതവണ കഠിനാധ്വാനം ചെയ്തെങ്കിലും എനിക്കൊരിക്കലും ഞാൻ ആഗ്രഹിച്ച ഫലം ലഭിച്ചില്ല. കുറഞ്ഞ സമയം കൊണ്ട് വലിയ വിജയം നേടാൻ എന്നെ സഹായിക്കുന്ന വിജയത്തിന്റെ പ്രധാന നിയമങ്ങളും രഹസ്യങ്ങളും എനിക്കറിയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആ നിയമങ്ങളെയും രഹസ്യങ്ങളെയും കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തരുമോ? ഞാൻ ആ നിയമങ്ങളെല്ലാം തീർച്ചയായും പിന്തുടരും. യുവാവിന്റെ കണ്ണുകളിൽ ഗുരു ഒരു ജ്വലിക്കുന്ന ആഗ്രഹവും തീവ്രമായ ലക്ഷ്യബോധവും കണ്ടു. വിജയിക്കാൻ വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും എത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കാനും അവൻ തയ്യാറായിരുന്നു. ഗുരു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് 8 നിയമങ്ങൾ പറഞ്ഞുതരാം. ഈ നിയമങ്ങൾ പൂർണ്ണമായ സത്യസന്ധതയോടെ നീ പിന്തുടരുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യം നിനക്ക് 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഒരേയൊരു വ്യവസ്ഥ മാത്രമേയുള്ളൂ. ഈ നിയമങ്ങളിൽ പൂർണ്ണ വിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും നീ ഇത് പിന്തുടരണം. ഒന്നാമത്തെ നിയമം ആദ്യം നിന്റെ മനസ്സിനെ ഈ സാധ്യതയിലേക്ക് തുറന്നിടുക എന്നതാണ്. അതായത്, അതെ, ഇത് ചെയ്യാൻ കഴിയും. 1 വർഷത്തെ ജോലി 1 മാസം കൊണ്ട് ചെയ്യാൻ കഴിയും. നിന്റെ മനസ്സിനെ ഈ കാര്യം വിശ്വസിപ്പിക്കുക. കാരണം 10 വർഷം കൊണ്ടുള്ള ലക്ഷ്യം 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ നിനക്ക് കഴിയും എന്ന കാര്യത്തിൽ നിനക്ക് പൂർണ്ണമായ വിശ്വാസമില്ലെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് കഴിയില്ല. ഒരു ലക്ഷ്യം പുറം ലോകത്ത് പൂർത്തിയാവുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ അത് പൂർത്തിയാവണം. അതുകൊണ്ട് ഈ സാധ്യതയെ നീ സ്വീകരിക്കണം. 1 വർഷം കാര്യമായി പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയെപ്പോലെയാവുക. പരീക്ഷയ്ക്ക് 1 മാസം മുൻപ് അവൻ മറ്റെല്ലാം മറന്ന് പഠനത്തിൽ മുഴുകുന്നു. അവന്റെ കഠിനാധ്വാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ നൽകുന്നു. ഒരു വിദ്യാർത്ഥിക്ക് 1 വർഷത്തെ പഠനം തന്റെ കഠിനാധ്വാനവും ഏകാഗ്രതയും കൊണ്ട് 1 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് നിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല? വിജയത്തിന്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ നിയമം, 6 മാസത്തേക്ക് അപ്രത്യക്ഷമാവുക. അടുത്ത 6 മാസത്തേക്ക് നിനക്കാരും സ്വന്തമായി ഇല്ലെന്ന് മറക്കുക. നിന്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും അയൽക്കാരെയും മറക്കുക. ആരും നിന്നെ വിട്ടുപോവില്ല. കൂടെ നിൽക്കേണ്ടവർ കൂടെയുണ്ടാവും. 6 മാസത്തേക്ക് നിന്റെ എല്ലാ വാതിലുകളും അടയ്ക്കുക. ഈ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നീ അകന്നു പോവുക. അതായത് 6 മാസത്തേക്ക് നീ ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷനാവണം. നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന പോലെ. നിന്നെ തന്നെ 6 മാസത്തേക്ക് നിന്റെ മനസ്സിനോടും ശരീരത്തോടും ലക്ഷ്യത്തോടും ഉദ്ദേശ്യത്തോടും ചേർത്ത് ബന്ധിച്ചിടുക. 6 മാസമെന്നത് ഒരുപാട് സമയമൊന്നുമല്ല. കേൾക്കുമ്പോൾ വലുതായി തോന്നാമെങ്കിലും ഈ ത്യാഗം നീ ആർക്കുവേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. നിന്റെ കൂട്ടുകാർക്കും അയൽക്കാർക്കും വേണ്ടിയോ അതോ നിനക്കുവേണ്ടിയോ? ഈ 6 മാസത്തിനിടയിൽ നിനക്കും നിന്റെ ലക്ഷ്യത്തിനുമിടയിൽ ആരെങ്കിലും വന്നാൽ, എത്ര വലിയ ആളാണെങ്കിലും വലിയ സ്വാധീനമുള്ള ആളാണെങ്കിലും അവർ വെറുതെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുക. നിന്റെ കൂട്ടുകാരും ബന്ധുക്കളും വെറുതെ കറങ്ങാൻ വിളിക്കുകയാണെങ്കിൽ അവരെ നിരസിക്കുക. കാരണം നീ പോയാലും പോയില്ലെങ്കിലും അവർക്കൊരു വ്യത്യാസവും ഉണ്ടാവില്ല. പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ ഒരു പടി പിന്നോട്ടു പോവുകയായിരിക്കും. വെറുതെ സംസാരിക്കുന്ന കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കുക. സമയം പാഴാക്കുന്ന ആളുകളുമായുള്ള ബന്ധം നിർത്തുക. ബന്ധങ്ങൾ കുറച്ച് മോശമാവുകയാണെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ ഉറക്കവും ഊർജ്ജവും മറ്റുള്ളവർക്കുവേണ്ടി പാഴാക്കുന്നത് നിർത്തുക. തികച്ചും സ്വാർത്ഥനാവുക. നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം, പദ്ധതി, കുടുംബം എന്നിവയെക്കുറിച്ച് മാത്രം.
ഇതിൽ നിന്ന് നിന്നെ അകറ്റി നിർത്തുന്ന എല്ലാ ചിന്തകളെയും നിന്റെ മനസ്സിൽ നിന്ന് എരിച്ചുകളയുക. മൂന്നാമത്തെ നിയമം: ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തുക. നിനക്കൊരു ജോലിയിൽ പെട്ടെന്ന് വിജയിച്ച് അതിന്റെ ഉന്നതിയിലെത്തണമെങ്കിൽ ആ ജോലിയെക്കുറിച്ച് സാധാരണ അറിവുള്ള ആളുകളുടെ കൂടെ നിന്റെ സമയം പാഴാക്കരുത്. പകരം ആ ജോലിയുടെ കൊടുമുടിയിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് നേരെ പോവുക. കാരണം എങ്ങനെ കൊടുമുടിയിലെത്താമെന്ന് അയാൾക്ക് മാത്രമേ നിന്നെ ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ കഴിയൂ. ഭാവിയിൽ നീ നേരിടാൻ പോകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അയാൾ നേരത്തെ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തമായി പഠിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് അയാൾക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് 10 വർഷം കൊണ്ടുള്ള ലക്ഷ്യം 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ നിന്റെ മേഖലയിലെ ഏറ്റവും വിജയിച്ച ഒരാളെ നിന്റെ ഗുരുവും വഴികാട്ടിയുമായി സ്വീകരിക്കണം. കൂട്ടുകാരെ, പണമായാലും വിജയമായാലും രണ്ടും 10 ഇരട്ടി വേഗത്തിൽ നേടാൻ കഴിയും. അതിന് ശരിയായ മാർഗനിർദ്ദേശം, ശ്രദ്ധ, കഠിനാധ്വാനം എന്നിവ ആവശ്യമാണ്. നാലാമത്തെ നിയമം: വ്യക്തവും കൃത്യവുമായ ഒരു ലക്ഷ്യം നിർണയിക്കുക. എന്താണ് എത്ര സമയം കൊണ്ട് നേടേണ്ടതെന്ന് ഉറപ്പാക്കുക. നിന്റെ ലക്ഷ്യം വ്യക്തമായി എഴുതിവെക്കണം. നീ എത്ര മിടുക്കനോ ബുദ്ധിമാനനോ ആണെങ്കിലും നിനക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമില്ലെങ്കിൽ, ലക്ഷ്യത്തിനുവേണ്ടി എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നില്ലെങ്കിൽ വലിയ വിജയം നിനക്കൊരിക്കലും നേടാൻ കഴിയില്ല. വലിയ വിജയത്തിന് വ്യക്തമായൊരു ലക്ഷ്യം നിർബന്ധമാണ്. മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചൊരു കാര്യമുണ്ട്. നിന്റെ ലക്ഷ്യം വളരെ എളുപ്പമുള്ളതാണെങ്കിൽ നീ അത് നിസ്സാരമായി വിട്ടുപോകും. നിന്റെ ലക്ഷ്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും പരാജയപ്പെടുമെന്ന ഭയം കാരണം നീ അത് ഉപേക്ഷിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുക. അടുത്തതായി, നിന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, അതായത് മുൻഗണനകൾ 3ൽ കൂടാൻ പാടില്ല. 3ൽ കൂടുതൽ മുൻഗണനകൾ ഉണ്ടെങ്കിൽ, അതായത് എല്ലാ ജോലിയും ഒരുപോലെ പ്രധാനമാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അതിൽ ശരിക്കും പ്രധാനപ്പെട്ട ഒരു ജോലിയും ഇല്ല എന്നാണ് അതിനർത്ഥം. 3ൽ കൂടുതൽ മുൻഗണനകൾ ഉണ്ടെങ്കിൽ ഒരു കൃത്യമായ മുൻഗണനയും ഇല്ലെന്നാണ് അതിനർത്ഥം. മുൻഗണന എന്നാൽ ലക്ഷ്യം. അതാണ് നിന്റെ ലക്ഷ്യം. ഇത്രയും സമയം കൊണ്ട് അത് നേടിയേ തീരൂ. ലക്ഷ്യമില്ലെങ്കിൽ അലഞ്ഞുതിരിയുന്ന, ദുഃഖിതനായ, ക്രമമില്ലാത്ത ജീവിതമായിരിക്കും. ലക്ഷ്യമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാവും. എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാം. ഗുരു തുടർന്നു: നിനക്കറിയാമോ, ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരാൾ എപ്പോഴും അലഞ്ഞുതിരിഞ്ഞുകൊണ്ടിരിക്കും. മിക്ക ആളുകളുടെയും ജീവിതത്തിലെ നിയമം വളരെ വിചിത്രമാണ്. അവർക്ക് എന്താണ് വേണ്ടതെന്നറിയില്ല, പക്ഷെ അവർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് 10 വർഷം കൊണ്ടുള്ള ലക്ഷ്യം 10 മാസം കൊണ്ട് നേടണമെങ്കിൽ നിന്റെ ലക്ഷ്യം നിന്റെ മനസ്സിൽ വ്യക്തമായി കൊത്തിവച്ചിരിക്കണം. അഞ്ചാമത്തെ നിയമം: ലക്ഷ്യം നേടാൻ വിശദമായ ഒരു പദ്ധതി ഉണ്ടാക്കുക. നിന്റെ ലക്ഷ്യം നേടാൻ ഏറ്റവും അത്യാവശ്യമായ 3 കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കാര്യങ്ങളെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. നിന്റെ 10 മാസത്തെ ലക്ഷ്യത്തെ ദിവസങ്ങളായും ആഴ്ചകളായും മാസങ്ങളായും വിഭജിക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിന്റെ വിഭജിച്ച ജോലി പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതോടൊപ്പം നിനക്ക് ഈ ലക്ഷ്യം നേടാൻ 3 വ്യക്തമായ കാരണങ്ങളുണ്ടായിരിക്കണം. ഓർക്കുക, നിന്റെ കാരണം എത്ര ശക്തമാണോ അത്രയും കൂടുതൽ നിനക്ക് ലക്ഷ്യം നേടാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും ആ ലക്ഷ്യം പൂർത്തിയാവുന്നതായി കാണുക. ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നിനക്ക് എങ്ങനെയുണ്ടാവും എന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക. അത് മനസ്സിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. ഇതോടൊപ്പം ഈ ചോദ്യം നിന്നോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ഉപേക്ഷിക്കണം? നിന്റെ ലക്ഷ്യം എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നിനക്ക് ഒരു ഏകദേശ ധാരണയുണ്ടായിരിക്കണം. നിന്റെ ലക്ഷ്യം നേടാൻ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യണം, എത്രത്തോളം ത്യാഗം ചെയ്യണം എന്നതിനെക്കുറിച്ച് നിനക്കൊരു ധാരണയുണ്ടായിരിക്കണം. ആറാമത്തെ നിയമം: നിന്റെ ഉള്ളിൽ ശക്തമായ ഏകാഗ്രതയും അച്ചടക്കവും വളർത്തുക. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഊർജ്ജസ്വലത തോന്നാറില്ലേ? നമുക്കിന്ന് വളരെ നല്ലതായി തോന്നുന്നു എന്ന് ചിന്തിക്കാറില്ലേ? പക്ഷേ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടെ മാത്രമേ സംഭവിക്കാറുള്ളൂ. ഓർത്തുനോക്കുക, നീ വളരെ ഏകാഗ്രനായിരുന്ന ആ ദിവസത്തെക്കുറിച്ച്. ഒരുപാട് ജോലി ചെയ്യണമെന്ന് തോന്നിയ ദിവസം. നാളെ ചെയ്യാമെന്ന ചിന്ത നിനക്കുണ്ടായില്ല. നിന്റെ ഉള്ളിൽ ഒരു ഉത്സാഹവും ഊർജ്ജവുമുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇത് നിനക്ക് സംഭവിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നേടാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു നോക്കുക. മടി, ക്ഷീണം, ജോലി ചെയ്യാൻ തോന്നാതിരിക്കുക, ശ്രദ്ധ മാറുക, തോറ്റുകൊടുക്കാൻ തോന്നുക, വീണ്ടും വീണ്ടും ജോലി മാറ്റിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം സംഭവിക്കാതിരിക്കാൻ നിന്റെ ശ്രദ്ധ, നിന്റെ ഊർജ്ജം നിയന്ത്രിക്കുന്നതിലായിരിക്കണം. എല്ലാ ദിവസവും നമുക്ക് ഒരു നിശ്ചിത അളവ് ഊർജ്ജം ലഭിക്കുന്നു. അതുകൊണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. നിനക്ക് ആവേശം തോന്നുന്ന ഏറ്റവും നല്ല സമയം നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടാവട്ടെ. ഒരു ദിവസം ഒരു ജോലി എത്ര സമയം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞോ അടുത്ത തവണ അത് അതിലും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കഷ്ടപ്പാടുകൾ സഹിക്കുക. നിന്റെ ശരീരവും മനസ്സും ഒരു സമയത്തിന് ശേഷം അത് സ്വീകരിക്കും. പിന്നീട് ഒരു ദിവസം നിനക്ക് അത് ചെയ്യാൻ വളരെ എളുപ്പമായി തോന്നും. ലക്ഷ്യം നേടുന്നതിൽ നിന്നെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. അത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന് മാറ്റിവെക്കുകയോ ചെയ്യുക.
നമ്മൾ ഊർജ്ജസ്വലരും ഉത്സാഹികളും ഏകാഗ്രരുമായിരിക്കുമ്പോൾ 10 മണിക്കൂറിന്റെ ജോലി 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഈ ഊർജ്ജവും ഏകാഗ്രതയും എപ്പോഴും നിലനിർത്തുകയാണെങ്കിൽ 10 വർഷം കൊണ്ടുള്ള ലക്ഷ്യം 10 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ നിനക്ക് കഴിയും. ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളെയും വിജയിച്ച ആളുകൾ അവഗണിക്കും. അവർ സ്വന്തം ജോലിയിൽ സന്തോഷം കണ്ടെത്തുന്നു. വലിയ വിജയം നേടിയ ആളുകളുടെ കഥകൾ അവർ എത്രത്തോളം സ്ഥിരമായി ഒരേ ജോലി ചെയ്തു എന്നതിനെക്കുറിച്ചാണ്, അവർക്ക് എത്രത്തോളം അറിവുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചല്ല. നീ ഏതൊരു വിജയിച്ച വ്യക്തിയെ നോക്കിയാലും അയാളുടെ ജോലി കണക്കാക്കും, അറിവല്ല. ഒരുപാട് ആളുകൾക്ക് അറിവുണ്ടാവും, പക്ഷേ സ്ഥിരമായി ജോലി ചെയ്യാൻ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ കഴിയൂ. അറിവിനൊപ്പം കഠിനാധ്വാനവും അച്ചടക്കവും വളരെ അത്യാവശ്യമാണ്. ഈ ലോകത്ത് കുറഞ്ഞ അറിവുള്ള ആളുകൾക്ക് പലപ്പോഴും കൂടുതൽ അറിവുള്ള ആളുകളെക്കാൾ മുന്നോട്ടു പോകാൻ കഴിയും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിന്റെ കാരണം സ്ഥിരമായ പരിശ്രമമാണ്. വിജയം അറിവിനെയോ ബുദ്ധിയുള്ള മനസ്സിനെയോ പണത്തെയോ പരിചയങ്ങളെയോ ആശ്രയിക്കുന്നില്ല. ഈ വിജയം സ്ഥിരമായ പരിശ്രമത്തിന്റെയും നിരന്തരമായ പ്രവൃത്തിയുടെയും അടിമയാണ്. കാര്യങ്ങൾ അറിയുകയോ പഠിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല. ലോകം മുഴുവൻ അറിവ് നേടുന്നുണ്ട്. ആ അറിവ് മറ്റുള്ളവരെക്കാൾ ബുദ്ധിപരമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. 90% ആളുകളും തങ്ങളുടെ അറിവിന്റെ മുഴുവൻ ഉപയോഗിക്കുന്നില്ല. അറിവുള്ളവരായി ഇരിക്കുന്നുവെന്നല്ലാതെ അവർ ഒന്നും ചെയ്യുന്നില്ല. ഈ ലോകത്ത് വിജയിച്ചവരും ധനികരും അറിവ് കിട്ടിയപ്പോൾ അത് പ്രാവർത്തികമാക്കിയവരാണ്, അറിവുള്ളവരല്ല. കഠിനാധ്വാനം എപ്പോഴും ഒരു ബുദ്ധിമാനായ വ്യക്തിയെ പിന്നിലാക്കും. ബുദ്ധിയുള്ള ഒരാൾ കഠിനാധ്വാനം ചെയ്യാത്തപ്പോൾ ഒരു മണ്ടനായ വ്യക്തിക്ക് തന്റെ കഠിനാധ്വാനവും പരിശ്രമവും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു മിടുക്കനായ മടിയനെ തോൽപ്പിക്കാൻ കഴിയും. ദൗർഭാഗ്യവശാൽ വലിയ വിജയത്തിന് ശ്രദ്ധയാണ് വേണ്ടത്, അറിവല്ല. അറിവ് നേടാൻ കഴിയും, പക്ഷെ വഴിതെറ്റിയ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം അച്ചടക്കവും ജോലി കൃത്യസമയത്ത് ചെയ്യുക എന്നതുമാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയത് ജോലി നീട്ടിവെക്കുന്ന സ്വഭാവമാണ്. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങളെ കൊന്നത് മടിയാണ്. ഞാൻ നാളെ ചെയ്യാം, പിന്നീട് ചെയ്യാം എന്ന ഈ ശീലം ഒരുപാട് ആളുകളെ വാർദ്ധക്യത്തിൽ അയ്യോ ഒരു തവണ കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ഖേദിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് 10 വർഷം കൊണ്ടുള്ള ലക്ഷ്യം 10 മാസം കൊണ്ട് നേടാൻ ഏകാഗ്രതയും അച്ചടക്കവും വളരെ അത്യാവശ്യമാണ്. ഏഴാമത്തെ നിയമം, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഉത്തരവാദിത്തമുള്ളവനായിരിക്കുക. നിന്റെ ജോലിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അതിന് നീ തന്നെ മറുപടി പറയുക. നീ ആർക്കെങ്കിലും ഉത്തരം പറയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക. നീ ഒരു ജോലി ചെയ്യാമെന്ന് വാക്കുകൊടുത്താൽ ആ ജോലി പൂർത്തിയായതിനെക്കുറിച്ചോ പൂർത്തിയാവാത്തതിനെക്കുറിച്ചോ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരാൾ, നീ അയാൾക്ക് ഉത്തരം പറയേണ്ടിവരും. ഈ ഉത്തരവാദിത്തവും മറുപടി പറയേണ്ടിവരുന്നതും നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റാൻ നിന്നെ അനുവദിക്കില്ല. കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ നിന്നെ നിർബന്ധിക്കും. നീ മറുപടി പറയുന്ന ആ വ്യക്തി നിന്റെ മാതാപിതാക്കളോ ഗുരുവിനെപ്പോലുള്ള ആരെങ്കിലുമോ ആവാം. എട്ടാമത്തെ നിയമം, തുടർച്ചയായി പഠിക്കുകയും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. നിന്റെ ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ നീ ഒരു ലക്ഷ്യം വെച്ച ഉടൻ തന്നെ നിന്റെ പദ്ധതി അനുസരിച്ച് അത് പൂർത്തിയാവില്ല. നീ എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോവില്ല. വഴിയിൽ ഒരുപാട് ഉയർച്ചതാഴ്ചകളുണ്ടാവും. പലപ്പോഴും നീ ഒരുപാട് കഠിനാധ്വാനം ചെയ്യും, നിനക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. പിന്നെയും നീ കഠിനാധ്വാനം ചെയ്യും, പക്ഷെ നിനക്ക് ഫലം ലഭിക്കില്ല, നീ താഴേക്കു വരും. അങ്ങനെ പലതവണ സംഭവിക്കും. അതിനുശേഷം നിന്റെ മനസ്സും ശരീരവും വിശ്വാസവും ഈ കാര്യം സ്വീകരിക്കും. ബുദ്ധിമുട്ടുകൾക്ക് ശേഷവും നിനക്ക് വലിയ വിജയം നേടാൻ കഴിയുമെന്ന്. വളരെ ലളിതമായ ഒരു കാര്യമുണ്ട്, മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിന്റെ പഴയ ഉപയോഗശൂന്യമായ വിശ്വാസങ്ങളെ ഉപേക്ഷിക്കുക. സമയത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങളും പുതിയ രീതികളും സ്വീകരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ബുദ്ധസന്യാസി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. വേഗത്തിൽ വിജയം നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ യുവാവിന് മനസ്സിലായി. ഈ അറിവിന് അയാൾ ബുദ്ധസന്യാസിയോട് നന്ദി പറഞ്ഞു, അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.